അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഹുലാസയുടെ 8ാമത്തെ ക്ലാസ്സാണ്. അൽ മാഉൽ മുത്തലക്ക്. വുളൂഇൻ്റെ ഷർത്തുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത് മാഉൽ മുത്തലക്കാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാഉൽ മുത്തലക്ക്, മുത്തലക്കായ വെള്ളം, വുളൂഇൻ്റെ ഒന്നാമത്തെ ഷർത്താണ്. യുസ്തറത്തു ലികുല്ലി ത്വഹാറത്തി മാഉ ത്വഹൂറു. ഷർത്താക്കപ്പെടും ലികുല്ലി ത്വഹാറത്തി, എല്ലാ ശുദ്ധീകരണത്തിനും ഷർത്താക്കപ്പെടും മാഉൽ മുത്തലക്ക്. മാഉൽ ത്വഹൂർ, ത്വഹൂറായ വെള്ളം. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം, വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം, നജസിൽ നിന്നുള്ള ശുദ്ധീകരണം, എല്ലാത്തിനും മാഉൽ ത്വഹൂർ ഷർത്താക്കപ്പെടും. മാഉൽ ത്വഹൂർ എന്ന് പറഞ്ഞാൽ ഫവാദ് അത്തൊഹിറു ഫി നഫ്സിഹി, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ. അത്തൊഹിറു ഫി നഫ്സിഹി ലിഗൈരിഹി, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ. അത്തൊഹിറു ഫി നഫ്സിഹി, സ്വയം ശുദ്ധിയുള്ളതാണ് ആക്കാൻ കഴിവുള്ളതുമായ. അത്തൊഹിറു ഫി നഫ്സിഹി, സ്വയം ശുദ്ധിയുള്ളതാണ്. വൽ മുത്തത്തൊഹിറു ലിഗൈരിഹി, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമാണ്. ത്വഹൂർ എന്ന പ്രയോഗം അള്ളാഹു തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുകയാണ്, വ അൻസൽന മിനസ്സമായി മാൻ ത്വഹൂറ. വ അൻസൽന, നമ്മൾ ഇറക്കി, മിനസ്സമായി ആകാശത്തു നിന്നു, മാൻ ത്വഹൂറൻ, ശുദ്ധീകരിക്കാൻ പറ്റിയ വെള്ളത്തിനെ. ശുദ്ധീകരിക്കാൻ പറ്റിയ വെള്ളത്തെ നാം ആകാശത്തു നിന്നും ഇറക്കി. വയുക്കാലു ലഹു, ഈ ത്വഹൂറായ വെള്ളത്തിൽക്ക് പറയും അൽ മാഉൽ മുത്തലക്ക്, മുത്തലക്കായ വെള്ളം. ഇതിന് തന്നെയാണ് പറയുക. വഹുവമായ കൗ അലൈഹി ഇസ്മുൽ മായി. എന്താണ് മാഉൽ മുത്തലക്ക്? ബിലാ ഖൈദി. മാഉൽ മുത്തലക്ക് എന്ന് പറഞ്ഞാൽ മാ ഒരു വെള്ളമാണ്, യക്കൗ അലൈഹി അതിൻ്റെ മേൽ സംഭവിക്കും, ഇസ്മുൽ മായി വെള്ളം എന്ന പേര്, ബിലാ ഖൈദി ഉപാധിയില്ലാതെ, ഒരു ഉപാധിയുമില്ലാതെ വെള്ളം എന്ന പേര് അതിൻ്റെ മേൽ സംഭവിക്കും. ഏതുപോലെ? കമായി ബിഹാരി വല്ലൻഹാരി വല്ലബാരി വല്ലംതാരി, സമുദ്രത്തിലെ വെള്ളം, നദിയിലെ വെള്ളം, കിണറിലെ വെള്ളം, അതുപോലെ മഴവെള്ളം എന്നൊക്കെ പറയും പോലെ. ബി ഹിലാഫി നെഹ്വിൽ ഹല്ലി, സുർക്ക പോലത്തതിനെതിരായിട്ട് അതിന് വെള്ളമെന്ന് പറയുകയില്ല. അതുപോലെ വൽ മുതയ്യിറു കസീറ, കൂടുതൽ പകർച്ചയായ വെള്ളത്തിനെതിരായിട്ട്. എന്തിനോടാണ് പകർച്ചയായത്? ബി തോഹിറിൽ മുഹാലിത്തി, ശുദ്ധിയുള്ള വസ്തു കലർന്നുകൊണ്ട് കൂടുതൽ പകർച്ചയായത്. എങ്ങനത്തെ ശുദ്ധിയുള്ള വസ്തുവാണ്? യുംകിനു സൗനുൽ മായി അൻഹു, വെള്ളത്തെ അതിനെ തൊട്ടു സംഹരിക്കൽ സൗകര്യമാകും, അങ്ങനത്തെ വസ്തു. ഏതുപോലെ? കദ്ദഫീക്കി, അരി, ഗോതമ്പ്, അതിൻ്റെയൊക്കെ പൊടി പോലെ. വൽമിദാദി, മഷി പോലെ, അതിനെ തൊട്ടൊക്കെ സൂക്ഷിക്കൽ സൗകര്യമാകും, വെള്ളത്തെ അതിനെ തൊട്ടൊക്കെ സൂക്ഷിക്കൽ സൗകര്യമാകും. അങ്ങനത്തേതായ വസ്തു കലർന്നത് കൊണ്ടു അധികരിച്ച പകർച്ച. ഇതിനെക്കുറിച്ചാണ് ഫകിലാഹുമ, ഇതിനെക്കുറിച്ചൊന്നും വെള്ളമെന്ന് പറയുകയില്ല. ലാ യുമസ്സൽ മായി വബിഖിലാഫിൽ മായി, അതുപോലെ തന്നെ പനിനീർ വെള്ളത്തിനെതിരായിട്ടും അതിനെക്കുറിച്ചും വെള്ളമെന്ന് പറയില്ല. വൽ മുത്തനജിസു, അതുപോലെ നജിസ് ചേർന്ന മലിനമായ വെള്ളം. വൽ മുസ്താമലു ഫിൽ ഫർളിലും പ്രയോഗിക്കപ്പെട്ടത്. വൈന്നഹാലായുത്തുലക്കു അലേഹ, ഇവയുടെ മേൽ പറയപ്പെടുകയില്ല. എങ്ങനെ? ഇസ്മുൽ മായി, വെള്ളം എന്ന പേര് ഉപയോഗിക്കപ്പെടുകയില്ല. ഇല്ലാ മുഖയ്യതു, ഉപാധി ഉണ്ടായിട്ടല്ലാതെ. അപ്പോൾ ഉപാധിയോട് കൂടിയാണ് ഇവിടെ വെള്ളം എന്ന പേര് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പനിനീർ വെള്ളം, മുത്തനജിസ് വെള്ളവും
മുസ്തഅമലായ വെള്ളം ഇവയൊക്കെ മുത്തലക്കായ വെള്ളത്തിൻ്റെ പരിധിയിൽ നിന്നും പുറത്താണ്. മുത്തലക്കായ വെള്ളത്തിൻ്റെ പരിധിയിൽ നിന്നും പുറത്താണ്. വലായറുറു തായറു കലീലു ബിമാ മുഹാലിത്തി യുംകിനു സൗനൽ മായി അൻഹു. വലായറുറു ബുദ്ധിമുട്ടിക്കൂല തായറു കലീലു കുറഞ്ഞ പകർച്ച എന്തിനോടുള്ള പകർച്ച ബിമുഹാലിത്തി യുംകിനു സൗനൽ മായി അൻഹു. വെള്ളത്തെ അതിനെ തൊട്ട് സംഹരിക്കാൻ സൗകര്യമാകുന്ന വസ്തു, ആ വസ്തുവുമായിട്ടുള്ള കുറഞ്ഞ പകർച്ച. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൂടിയ പകർച്ചയാണ്, ഇവിടെ കുറഞ്ഞ പകർച്ചയാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ കൂടുതൽ പകർച്ചയായാൽ ബുദ്ധിമുട്ടാണ്, എന്നാൽ കുറഞ്ഞ പകർച്ച കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. വലാ തഅയ്യറു കസീറും ബി മുഹാലിത്തി ലാ യുംകിനു സൗനൽ മായി അൻഹു. വെള്ളത്തെ അതിനെ തൊട്ട് സംരക്ഷിക്കൽ സൗകര്യമാകാത്ത വസ്തു. നേരത്തെ പറഞ്ഞത് വെള്ളത്തെ സംരക്ഷിക്കൽ സൗകര്യമാകുന്ന വസ്തുവാണ്, ഇത് സൗകര്യമാകാത്ത വസ്തുവാണ്. ആ വസ്തുവിൻ്റെതായ അധികരിച്ച പകർച്ച കൊണ്ട് ബുദ്ധിമുട്ടില്ല. ഏതുപോലെ? കത്ഹൽദി ശമ്മി പോലെ, ബീരീത്തി ഗന്ധകം പോലെ, ബത്തീനി ചളി പോലെ. എവിടെയുള്ളതാണ് ഇതൊക്കെ? ഫിൽമക്കറി വെള്ളം നിലനിൽക്കുന്ന സ്ഥലത്ത്. അവിടെ ഉള്ളതായ ശമ്മി, അവിടെ ഉള്ളതായ ചെളി, അതൊന്നും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഔ മമരിഹി വെള്ളം ഒലിച്ചു പോകുന്ന ചാലുകളിലുള്ളതായ ശമ്മി, അതുപോലെ ചളി, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇതേ പ്രകാരം ഗന്ധകം, അതിനെ കൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ വലാ തഅയ്യറു കസീറ അധികരിച്ചതായ പകർച്ച, കൂടുതൽ പകർച്ച ആയാലും ബുദ്ധിമുട്ടില്ല. ഇവിടെ മുഹാലിത്തി എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്നതാണ്, വേർതിരിക്കാൻ കഴിയാത്തത്. വലാ തഅയ്യറു പകർച്ചയും പ്രശ്നമില്ല. വിതൂലിൽ മുക്സി സമയദൈർഘ്യം കൊണ്ട്, കാലതാമസം കൊണ്ട് പകർച്ചയുണ്ടായി, അതും ബുദ്ധിമുട്ടില്ല. ഔ ബി മിൽഹിൽ മായ്യോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പ് കൊണ്ട് പകർച്ചയായതിനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ രണ്ട് വിധമുണ്ട് ഉപ്പ്. ജബലിയത്ത്, അതായത് പർവ്വതത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ നിന്നും ഉപയോഗിക്കുന്ന ഉപ്പാണ്. ആ ഉപ്പ് കൊണ്ട് പകർച്ചയായത് കുഴപ്പമില്ല. ഔ ബി ഔറാഖിൻ ഇലകളെ കൊണ്ട് പകർച്ചയായത് കുഴപ്പമില്ല. ഏത് ഇലയാണ്? മുത്തനായിറത്തിൽ ബി നഫ്സിഹ സ്വയം കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ, ആ ഇലകൾ കൊണ്ട് കുഴപ്പമില്ല. വലാ തഅയ്യറു ബി മുജാവിറ് കൊണ്ട് പകർച്ചയും പ്രശ്നമില്ല. നേരത്തെ മുഹാലിത്തിനെ കൊണ്ടുള്ള പകർച്ചയാണ് പറഞ്ഞത്, ഇവിടെ മുജാവിറ് കൊണ്ടുള്ളതായ പകർച്ച, അതും കുഴപ്പമില്ല. മുജാവിറ് എന്ന് പറഞ്ഞാൽ എന്താണ്? മായത്തമയ്യറു ലിന്നാലിരി നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇത് ഏതാണ്, അത് ഏതാണ് എന്ന പോലെ. ഏതുപോലെ? കൗദി കൊള്ളിക്കഷ്ണം പോലെ, ദുഹിനി എണ്ണ പോലെ. ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകില്ല, അതുപോലെ അതും കുഴപ്പമില്ല. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. നിർത്തുന്നു. വാഹിർദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.